നമസ്കാരം, രാജേഷ് കുമാറാണ്. കൂട്ടുകാരെ, ഈ നെഗറ്റീവ് ആൾക്കാരെ നമ്മൾ കഴിയുന്നതും നമ്മളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നവരും നല്ലത്. പക്ഷേ അവർ ഒഴിവായി പൊയ്ക്കോളും. അതായത് നമ്മൾ പടുക്കുഴിയിൽ പെട്ടു, ആ കുഴിയിൽ നിന്ന് ചവിട്ടി വീണ്ടും നമ്മൾ ആ പടുക്കുഴിയിലോട്ടാക്കും. ഇനിയിപ്പോൾ കൂട്ടുകാരായാലും ശരി തന്നെ, സഹോദരങ്ങളായാലും ശരി തന്നെ, ഭാര്യയായാലും ശരി തന്നെ, മക്കളായാലും ശരി തന്നെ, ഒരു ആപൽഘട്ടത്തിൽ കൂടെ നിൽക്കാതെ നമ്മൾ വിട്ടിട്ട് പോകും. മനസ്സിലാവുന്നുണ്ടാവും. അതായത് നമ്മുടെ പേഴ്സിലിൻ്റെ ഗാന്ധി തലയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കൂട്ടുകാരും ബന്ധുക്കാരും സഹോദരങ്ങളും എല്ലാം നമ്മുടെ ഒപ്പം കാണും. പേഴ്സിൽ ഗാന്ധി തല കുറഞ്ഞ് പാറ്റ കൂട് വയ്ക്കുന്ന സമയം വരും. ആ സമയം ഇവരെല്ലാം വിട്ടുപോകും. ഒരു കാരണവശാലും ഇങ്ങനത്തെ വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. നിങ്ങൾ ഉള്ള കാലം മുഴുവനും ഈ പടുക്കുഴി കിടക്കില്ല. നിങ്ങൾ ഉയരും, കഴുകനെ പോലെ പറന്നുയരും. ആ സമയത്ത് ഈ അകന്നു പോകുന്നവർ വീണ്ടും നിങ്ങളെ അടുക്കളയിലേക്ക് വരും. ഒരു കാരണവശാലും നിങ്ങൾ അവരെ അടുപ്പിക്കരുത്. പൂർണ്ണമായിട്ടും നിങ്ങളെ ലൈഫിൽ നിന്ന് അങ്ങ് ഒഴിവാക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആരായിക്കോട്ടെ, ഞാൻ ഇന്ന വ്യക്തി എന്ന് പറയുന്നില്ല. ഭാര്യയാവാം, മക്കളാവാം, സഹോദരങ്ങളാവാം. എല്ലാവർക്കും അവരവരുടെ ജീവിതം മാത്രം തന്നെയാണ് വലുത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ വച്ചേക്കുക. അതായത് പേഴ്സിൻ്റെ ഗാന്ധി തല കണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ഇനി ആർക്കും ഇങ്ങനൊരു അബദ്ധം പറ്റരുത്. നമ്മുടെ ലൈഫിൽ നിന്ന് പോയവരെ കുറിച്ച് പിന്നെ നിങ്ങൾ ദുഃഖിക്കരുത്. നിങ്ങൾക്കൊരു ലൈഫുണ്ട്, അത് നിങ്ങൾ എൻജോയ് ചെയ്യുക, ജീവിക്കുക. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.